കൊടുക്കും. ഒരിക്കലുമില്ല. ചേട്ടനാണ് ആദ്യം കൊടുക്കാൻ പോണത്. ചേട്ടനെ ആദ്യം കൊടുക്കാൻ പോണത്. ചേട്ടൻ പറയൂ. പിണറായി സർക്കാരിന്റെ വികസനങ്ങൾ ചേട്ടൻ പറയും. ചേട്ടൻ ഓരോന്നോടെ ഈ രാജ്യം മൊത്തം നോക്കി നടക്കെ കാണാം. പറയണ്ട പഴയ കേരളമാണോ? 9 വർഷം കൊണ്ട് ഇവിടെ നടന്ന മാറ്റങ്ങൾ നിങ്ങൾ റോഡ് വഴി നടന്നാൽ മതി, കാണാം. അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. പറയാനാണെങ്കിൽ തീരെയല്ല, അതുകൊണ്ട് പറയേണ്ട കാര്യം. റോഡിന്റെ വികസനം, പിന്നെ റോഡ് മാത്രമല്ല എല്ലാ കാര്യവും. ഇവിടെ എന്തോരം ലൈഫിൽ ലക്ഷക്കണക്കിന് വീട് കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടാ? ഈ 62 റോഡ് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും ചാനലിൽ പറഞ്ഞോ? ചേട്ടൻ പറയുന്നുണ്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യാം. നിങ്ങൾ സംരക്ഷണം ചെയ്യണം, ഉറപ്പായിട്ട്. നിങ്ങൾ ഉറപ്പില്ല, നിങ്ങൾ മുതലാളി പറയും വേണ്ടത്. മുതലാളി ഒന്നും പറയില്ല, അങ്ങനെ ഒന്നും നിങ്ങൾ ബാധിച്ചിട്ടില്ല, ഒരിക്കലും ഇല്ല. അത്തരത്തിലൊന്നുമില്ല. സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളെ പത്രധർമ്മം ഉണ്ടാ നിങ്ങൾക്ക്. ഉറപ്പായിട്ട് ഞങ്ങൾ സംരക്ഷണം ചെയ്യും. ഞങ്ങൾ സംരക്ഷണം വീട്ടിലാക്കും. ചേട്ടാ അങ്ങനെയൊന്നുമില്ല. ചേട്ടന്റെ സംരക്ഷണം ചെയ്യും. പോലും ചെയ്യാണ്ട് മനസ്സിലാക്കുന്നവർ ഞാൻ പറയും പോലെ പറയും. ഓക്കെ. അപ്പൊ ചേട്ടൻ പറയുന്ന ലോട്ടറി വ്യവസായത്തിൽ പ്രശ്നങ്ങളില്ല. ഒരു പ്രശ്നങ്ങളില്ല. അവരെല്ലാവരും ലോട്ടറി വിറ്റാൻ ജീവിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ആരെയും കൂടെ കൊടുത്തിട്ടാണ്? ചേട്ടൻ ലോട്ടറി എടുക്കുന്ന ആളാണ്. ഞാൻ എടുക്കും ലോട്ടറി. എല്ലാ ദിവസവും എടുക്കും ലോട്ടറി. എല്ലാ ദിവസവും എടുത്താലും ഇല്ലേലും എടുക്കും. അത് എന്നാന്ന് വെച്ചിട്ട് ഈ ലോട്ടറി വിറ്റ് ജീവിക്കുന്നവർക്ക് അവരെ സഹായിക്കാൻ വേണ്ടിയാ. അവർ ജീവിക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയാണ് എടുക്കുന്നത്. പ്രൈസ് ഉദ്ദേശിച്ചല്ല എടുക്കുന്നത്. അല്ല, പ്രൈസ് അടിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇല്ലെങ്കിലും എടുക്കും. അല്ല, നിങ്ങളെപ്പോഴും സങ്കടപ്പെട്ടല്ല. നിങ്ങൾ എടുക്കുവാ ലോട്ടറി.